ഗൈസ്, അപ്പം ഇന്ന് എനിക്ക് ജ്വല്ലറീനെ കുറിച്ചൊന്നുമല്ല പറയാനുള്ളത്. പക്ഷേ ഒരു എന്താ പറയുക, ഇപ്പം ന്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ. ഒബയോസി, ദിയ കൃഷ്ണൻ, അതിൻ്റെ ഒരു റീസെൻ്റ് ഇൻസിഡൻറ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം നമ്മളും സെയിം പ്രൊഫഷണലി വർക്ക് ചെയ്യുന്ന സെയിം പ്രൊഫഷണൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരാളൊരു സ്ട്രഗിൾ ചെയ്ത് ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാൻ നേരത്ത് കൂടെ നിന്ന് ചോദിക്കേണ്ടത് അതൊട്ടും നല്ല കാര്യമൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ആ കുട്ടി നിങ്ങൾക്കൊരു ജോബ് ഓഫർ ചെയ്തു, നിങ്ങളവിടെ വർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്ന് കുത്തണത് ഭയങ്കര മോശം കാര്യം തന്നെയാണത്. അതിപ്പം ഇതാകട്ടെ വേറെ ഏത് ബിസിനസ്സും ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെയൊന്നും ആരും ചെയ്യാൻ പാടില്ല. അതൊക്കെ ഭയങ്കര എന്താ പറയുക, കർമ്മ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരാൾക്കെതിരെ ഒരു മോശം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പറ്റിച്ച് നമ്മൾ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായാലും നമ്മളെ തിരിച്ച് നമ്മൾ അതിൻ്റെ റിസൾട്ട് അനുഭവിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇപ്പം എന്താണ് പറയണത്, ദിയയുടെ ജ്വല്ലറി സ്റ്റാർസും ആ സെയിം ഫേസിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ഫേക്ക് നറേറ്റീവ്സാണ് അവരെ പറ്റി ഉണ്ടാക്കിയത്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാമായിരുന്നു. നിങ്ങൾ അത്രയും നാൾ നിങ്ങൾ അവിടെ വർക്ക് ചെയ്തിരുന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ജോബ് ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എന്താ പറയുക, അത്രയും നാൾ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടായിരുന്നു, പ്രോപ്പറായിട്ടുള്ളൊരു മാന്യമായിട്ടുള്ളൊരു ഏണിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മറന്നു കൊണ്ടിട്ട് ആ ഓണറിനെ തന്നെ ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ടിന് വേണ്ടി പറ്റിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. അതൊന്നും ആരും അങ്ങനെയൊന്നും ചെയ്യരുത്. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ്. പല സൈഡിൽ നിന്നും അതിനെതിരെ പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലൈഫിൽ തന്നെ ഭയങ്കര മോശമായിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അച്ഛനൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ ലോക്കൽ പാർട്ടിയുടെ ആൾക്കാർ നമ്മളെ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ടൈമിലൊക്കെ അച്ഛൻ ഇങ്ങനെ എല്ലാവർക്കും പാർട്ടി ഫണ്ടൊക്കെ കൊടുത്തിട്ട് അത് കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും അവർ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മളെ അതേമാതിരി ഫണ്ടിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അതാ പറയണേ, കേരളത്തിൽ എന്തെങ്കിലും ഒരു സാധനം പച്ചപിടിക്കുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാളൊരു സാധനം സ്ട്രഗിൾ ചെയ്ത് ഒരു ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ ഒരാൾ നമുക്കൊരു ജോബ് ഓഫർ ചെയ്യാൻ നേരത്ത് നമ്മളത് മാക്സിമം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. അല്ലാതെ അവരെ ഇങ്ങനെ പിന്നീട് കുത്തുക, അതൊക്കെ ഭയങ്കര മോശപ്പെട്ട കാര്യമാണ്. അങ്ങനെയൊക്കെ കൊണ്ടുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലോ,